എന്താ അല്ലദീനോ വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീല. നിസ്കാരത്തിൽ അള്ളാഹുവിന്റെ സ്മരണ അവർക്ക് വളരെ തുച്ഛമായ നിലയ്ക്കുള്ളൂ. നിസ്കാരത്തിൽ അള്ളാഹുവിന്റെ ഓർമ്മയില്ല എന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു. അള്ളാഹ് പറയണോ നിസ്കാരത്തിൽ ഹുദൂറുൽ ഖൽബില്ല, നിസ്കാരത്തിൽ അള്ളാഹുവിന്റെ ഓർമ്മയില്ല, നിസ്കാരത്തിൽ ഖുശൂഇല്ല. അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. നിസ്കാരത്തിൽ ഹുദൂറുൽ ഖൽബില്ല, സഹവോടുകൂടെയാണ്, ഗഫലത്തോടുകൂടിയാണ് നിസ്കരിക്കുന്നത്. ഇങ്ങനെ നിസ്കരിച്ചാൽ മതിയോ? ഈ നിസ്കാരം ശരിയല്ല എന്ന് ഹദീസ് ശരീഫിൽ പറയുന്നു. അത് പരിപൂർണമല്ല എന്ന്. ഷർത്താണെന്നുള്ളത് പ്രകാരം നിസ്കാരമേ അല്ല എന്ന് പറയുന്നു. സൂഫിയാക്കൾ പറയുന്നു അതിന് സവാബല്ല, അതിന് എക്കാബാണ് ലഭിക്കുക എന്ന് പറയുന്നു. ഏതാവട്ടെ, സവാബോ എക്കാബോ എന്താവട്ടെ, ഈ സംഗതി യഥാർത്ഥമാണല്ലോ. അള്ളാഹുവിന്റെ ഓർമ്മല്ലാതെയാണല്ലോ നമ്മൾ നിസ്കരിക്കുന്നത്. അള്ളാഹു പറയുന്നു നിന്നും ഓർക്കണം, ഇരുന്നും ഓർക്കണം, കിടന്നും ഓർക്കണം. നിന്ന് നിസ്കരിക്കുകയാണെങ്കിലും ഓർക്കണം, ഇരുന്ന് നിസ്കരിക്കുകയാണെങ്കിലും ഓർക്കണം, കടന്ന് നിസ്കരിക്കുകയാണെങ്കിലും ഓർക്കുക. എല്ലാ സമയത്തും ഓർക്കണം, രാവിലെയും ഓർക്കണം, വൈകുന്നേരം ഓർക്കും, എപ്പോഴും ഓർക്കണം. അള്ളാഹു പറയുന്നു നിസ്കാരം ഹുദൂറുൽ ഖൽബോട് കൂടെ തന്നെയാവണം. ഖുർആനും പറയുന്നു, ഹദീസും പറയുന്നു. ഇതിനുള്ള മാർഗം എന്ത്? ബഹുമാനപ്പെട്ട ഗസ്സാലി ഇമാം എന്ന ഹോദ റളിയല്ലാഹു അൻഹു അവരതിന് കണ്ടുപിടിച്ച മാർഗം ഒരു ആത്മീയ നേതാവിനെ സ്വീകരിക്കലാണ്. അതിന്റെ ശേഷമാണ് മൂപ്പർക്ക് ആ കേട്, ആ വീഴ്ച പരിഹരിക്കാൻ കഴിയുന്നത്. ഇതാണ് സത്യം. ഇത് പല ആളുകളുടെയും അനുഭവമാണ്. മശായിഖന്മാരെല്ലാവരും പറയുന്നതാണ്. ഏത് കിതാബിലും നോക്കിയാൽ കാണാം ഹുദൂറുൽ ഖൽബിന്റെ അതുണ്ടാവാനുള്ള മാർഗം, അത് വേണം, അത് ഇല്ലാതിരിക്കാൻ പറ്റൂല, അത് വളരെ മോശമാണ്, ഇതൊന്നും പറഞ്ഞുകൊണ്ടൊന്നും ആ സംഗതി എന്താവൂല, നടപ്പിൽ വരൂല. അതിന്റെ മാർഗം, ഹൃദയ സാന്നിധ്യം ഉണ്ടാകുന്ന മാർഗം, ഹുദൂറുൽ ഖൽബുണ്ടാകുന്ന മാർഗം, നിന്നും ദിക്റുണ്ടാകുന്ന മാർഗം, ഇരുന്നും കിടന്നും എല്ലാ സമയത്തും അള്ളാഹുവിന്റെ ദിക്റുണ്ടാകുന്ന മാർഗം, നിസ്കാരത്തിൽ പോലും ഹുദൂറോടുകൂടി നിസ്കരിക്കാൻ കഴിയാനുള്ള ഒരു മാർഗം എന്താണ്? അതിനുള്ള ഒരാളെ തേടി പിടിക്കുക. കൂനൂ മഅസ്സാദിഖീൻ, നിങ്ങൾ സാദിഖീങ്ങളോട് കൂടെയാവുക. ഖുർആനിൽ അല്ലാഹു പറയുന്നു ഫത്തബിഊനി, എന്നോട് നിങ്ങൾ പിൻപറ്റുക. ഞാൻ നിസ്കരിച്ചതുപോലെ നിസ്കരിച്ച, എന്റെ ഖുശൂഅോടുകൂടെ നിങ്ങൾ നിസ്കരിക്കുക, എന്റെ ഖുശൂഅ പോലെ നിങ്ങൾക്ക് ഖുശൂഅ ഉണ്ടാകുക. സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി ഫി ഹാലിഹി വഫആലിഹി വമഖാലിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശരീരത്തിലും നമുക്ക് മാതൃകയുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖൽബിലും നമുക്ക് മാതൃകയുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ റൂഹിലും നമുക്ക് മാതൃകയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ലാഹിരിയായ രൂപത്തിൽ മാത്രമല്ല മാതൃകയുള്ളൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മാനസികമായ അവസ്ഥയിലും നമുക്ക് മാതൃകയുണ്ട്. അത് നമ്മളോട് പറയുന്നുണ്ട്. ഇന്ന് നബി പറയുന്നു അസ്ഹാബി കന്നുജൂമി ബിഅയ്ഹിം ഇഖ്തദൈതും ഇഹ്തദൈതും. എന്നെ നിങ്ങൾക്ക് എപ്പോഴും കിട്ടൂല, ഞാൻ നിങ്ങളെപ്പോലൊരു മനുഷ്യനാണ്. ഇന്നക മയ്യിതും വഇന്നഹും മയ്യിതൂൻ. എല്ലാവരും മരിക്കുന്നത് പോലെ ഞാനും മരിക്കും. നിങ്ങളെ എനിക്ക് കിട്ടൂല, പക്ഷേ എന്റെ ഒരു പ്രതിനിധിയെ നിങ്ങൾക്ക് തരാം. എന്നെ പിൻപറ്റുന്നതിന് പകരം നിങ്ങൾക്കൊരു ഖലീഫയെ തരാം, എന്നെ പിൻപറ്റുന്നതിന് പകരം നിങ്ങൾക്കൊരു നായിബിനെ തരാം, എന്നെ പിൻപറ്റുന്നതിന് പകരം എന്റെ ഒരു വാരിദിനെ നിങ്ങൾക്ക് തരാം. അതേതാ? അസ്ഹാബി കന്നുജൂമി ബിഅയ്ഹിം ഇഖ്തദൈതും ഇഹ്തദൈതും. എന്റെ അനുയായികളിൽ, എന്റെ സ്വഹാബത്ത്, എന്റെ ആശയം ആദർശങ്ങൾ പകർത്തിയവര്, എന്റെ ശരീരത്തിന്റെ മാതൃകയുള്ളവര്, എന്റെ ഖൽബിന്റെ ദിക്റുള്ളവര്, എന്റെ ഫിക്റുള്ളവര്, എന്റെ തുമൈനീനത്തുൽ ഖൽബുള്ളവര്, എന്റെ ഖുശൂഉള്ളവര്, എന്റെ ദിക്റുള്ളവര്, എന്റെ ഭക്തിയുള്ളവര്, എന്റെ മുനാജാത്തുള്ളവര്, ഇങ്ങനെയുള്ള നക്ഷത്ര തുല്യരായ എന്റെ ശിഷ്യന്മാരിൽ നിന്ന്
ഏതെങ്കിലും ഒരു വ്യക്തിയെ നിങ്ങൾ പിൻപറ്റണം. അത് നമ്മൾ ചെയ്തിട്ടുണ്ടോ? നമുക്ക് എല്ലാവരും നമ്മളെ ആൾക്കാരാണെന്നുള്ളത് അല്ലാതെ കണ്ട് പ്രത്യേകമായ ഒരു വ്യക്തി, എന്റെ വാപ്പ ഇന്നത്, എന്റെ വാപ്പ ഇന്നത്, എന്റെ ഉമ്മ ഇന്നത്, എന്റെ മാർഗദർശി ഇന്നത്, എന്റെ സാദിഖ് ഇന്നത്, എന്റെ ഖലീൽ ഇന്നത്, എന്റെ ഇമാം ഇന്നത്, എന്നെ സംസ്കരിക്കുന്ന, എന്റെ ലാഹിറും ബാത്തിനും സംസ്കരിക്കുന്ന, എന്റെ ഗഫലത്ത് നീക്കുന്ന, എനിക്ക് സ്മരണ ഉണ്ടാക്കുന്ന ആള് ഇന്നത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പ്രത്യേക വ്യക്തി വേണം. എല്ലാവരും ആയാ പോരാ. എല്ലാവരും പാട